ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാർ ആണ്. യെസ്, നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാമിനേഷൻ ആണ് ആക്ച്വലി നമുക്ക് നാളെ വരുന്നത്. നാളെ എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ മുമ്പിൽ ആകെ മണിക്കൂറുകൾ മാത്രമാണ് ഇനി പഠിക്കാനുള്ളത്. ആ മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം ഒരുപാടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ടെക്സ്റ്റ് ബുക്ക് ഒരു പക്ഷെ വായിച്ചാൽ പോലും, കംപ്ലീറ്റ് ആയിട്ട് വായിച്ചാൽ പോലും തീരാൻ പറ്റാത്ത ഒരു സമയമാണ് നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത്. ഏറ്റവും അവസാനത്തെ എക്സാം അല്ലേടാ. ഈ അവസാനത്തെ എക്സാമും കൂടെ അടിപൊളിയായിട്ട് എഴുതുക, നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്തൂടെ? അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ നിങ്ങൾ കൃത്യമായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് വെൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. SLC എക്സാം അഥവാ SLCയിലെ ക്രിസ്മസ് എക്സാമിനേഷൻ സോഷ്യൽ സയൻസിൽ A+ നേടാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുറെ കോണ്ടന്റുകൾ ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ SLCയുടെ ചാനൽ എടുക്കാം. SLCയുടെ ചാനൽ എടുത്തിട്ട് ഇവിടെ ഹോം പേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ നേരെ പ്ലേ ലിസ്റ്റ് എന്നുള്ളത് എടുക്കാം. പ്ലേ ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ താഴോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ കാണും SLC ക്രിസ്മസ് എക്സാമിനേഷൻ എന്ന് കാണും. അതിലേക്കല്ല ഫസ്റ്റ് നിങ്ങൾ പോകേണ്ടത് നേരെ താഴോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് SLC. നിങ്ങൾ നേരെ കുറച്ചും കൂടെ താഴോട്ട് പോകുന്ന സമയത്ത് SLC സോഷ്യൽ സയൻസ് 2024-25 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടിയുള്ള ഫുൾ ഇവിടെ സെറ്റ് ആക്കി ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ നേരെ എടുക്കുന്നു. നേരെ എടുത്താൽ ഇത് ഇന്ന് വരാനുള്ള ലൈവാണ്. ഇന്ന് ലൈവിനെ കുറിച്ച് ഞാൻ ഏറ്റവും അവസാനം പറയാം. ഇന്നത്തെ ലൈവിൽ എന്തൊക്കെയാണ് പറയുന്നില്ല. അതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്കുള്ള ഫുൾ ചാപ്റ്റർ റിവിഷൻ നമ്മളൊരു 4 മണിക്കൂർ വെച്ചിട്ട് ഫുൾ ചാപ്റ്റർ റിവിഷൻ എടുത്തിട്ടുണ്ട്. ആ റിവിഷൻ കാണാത്ത മക്കളുടെ അത് കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പോ അഥവാ അത് കാണാൻ സമയമില്ല എങ്കിൽ ഇവിടെ നിന്നാണ് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത്. SLCയിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരാനുള്ള essay ക്വസ്റ്റ്യൻ, ജിയോഗ്രഫി essay ക്വസ്റ്റ്യൻ ഏതായിരിക്കും എന്ന് ഞാനിവിടെ ഏകദേശം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യനുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോ ചാപ്റ്ററിനെയും 2-3 ക്വസ്റ്റ്യനുകൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ ഉണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ഈ ലൈവുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരമായിട്ട് കോണ്ടന്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുകൾ ഇവിടെ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഓരോ ചാപ്റ്ററുകളും വളരെ വേഗത്തിൽ പഠിക്കേണ്ടതുണ്ട്. ആ വളരെ വേഗത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് നമ്മുടെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന്റെ ഒരു ഫുൾ ചാപ്റ്റർ റിവിഷൻ 1 hour കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും കാണണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ പേടിയായിട്ടുള്ള ഏറ്റവും വലിയ ചാപ്റ്റർ ആയിട്ട് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, ജിയോഗ്രഫിയിൽ ഏറ്റവും വലിയ ചാപ്റ്ററാണ്. അതിന് 20 മിനിറ്റ് കൊണ്ട് ആ ചാപ്റ്റർ എങ്ങനെ പഠിക്കാം, അതിനെ ഈസി ആയിട്ട് 20 മിനിറ്റിനുള്ളിൽ ഷോർട്ട് ആക്കിയിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും കാണണേ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഐസ് ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞ ചാപ്റ്റർ 30 മിനിറ്റിൽ കാണാനുള്ള ഐഡിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, നമ്മുടെ സമരവും സ്വാതന്ത്ര്യവും എന്നുള്ള 1 hour. അപ്പോൾ തന്നെ 4-5 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഏതൊക്കെ പഠിക്കണം എന്നുള്ള 30 മിനിറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് ഒരു 2-2.5-3 മണിക്കൂറിന്റെ ഉള്ളിൽ മൊത്തം ചാപ്റ്റേഴ്സ് റാപ്പിഡ് ആയിട്ട് റിവൈസ് ചെയ്യാനുള്ള വീഡിയോസ് നമ്മൾ ഇവിടെ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിനെ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. അത് കണ്ട ശേഷം ഇന്ന് 7 മണിക്ക് നമ്മുടെ ലൈവ് നടക്കുന്നുണ്ട്. നമ്മുടെ മെഗാ മാരത്തോൺ നടക്കുന്നുണ്ട്. 100% ഷുവർ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാനും ജേസി സാറും അബീൻ സാറും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. സോ ആ ലൈവിൽ നിങ്ങൾ കൃത്യമായിട്ടുണ്ടാവണം. ഇന്നത്തെ ലൈവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്ററിന് 4-5 ചോദ്യങ്ങൾ അത്ര മാത്രം നമ്മൾ പറയുള്ളൂ. ആ 4-5 ചോദ്യങ്ങളിൽ നിന്നായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. സോ ഒരു പേടിയും പേടിക്കണ്ട, നമ്മൾ ഇതിൽ A+ നേടുക തന്നെ ചെയ്യും. നിങ്ങൾ കൂടെ ഉണ്ടാവില്ലടാ. റെഡി അല്ലേ? സോ റെഡി ആണെന്നിന്റെ തൊട്ട് താഴെ ഇന്നത്തെ ലൈവിൽ വരുമെന്നും ഒരു റെഡി ആണെങ്കിൽ റെഡി വിത്ത് ഫയർ അങ്ങോട്ട് ഇട്ടോടാ.